അമേരിക്ക ഇസ്രയേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള യുദ്ധം 26-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ മേഖലയിലെ സൈനിക നീക്കങ്ങളും നയതന്ത്ര ചർച്ചകളും സങ്കീർണമായി തുടരുകയാണ്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലും ഇസ്ഫഹാനിലുമുള്ള സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ശക്തമായ വ്യോമാക്രമണം ഇപ്പോഴും തുടരുന്നു. കുവൈറ്റ്, ജോർദാൻ, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയും ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതായി റിപ്പോർട്ടുണ്ട്. അതേസമയം മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക തങ്ങളുടെ സൈനിക വിന്യാസവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 50,000 സൈനികരാണ് ഇവിടെയുള്ളത്. 2 വിമാനവാഹിനി കപ്പലുകളും 200 യുദ്ധവിമാനങ്ങളും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിനു പുറമെ എലൈറ്റ് 82-ാം എയർബോൺ ഡിവിഷനിൽ നിന്നുള്ള ആയിരക്കണക്കിന് സൈനികരെ കൂടി മേഖലയിലേക്ക് അയക്കാൻ പെന്റഗൺ തീരുമാനിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 15 ഇനങ്ങളടങ്ങിയ ഒരു സമാധാന കരാർ പാകിസ്ഥാൻ വഴി ഇറാന് കൈമാറിയിരുന്നു. ഉപരോധങ്ങളിൽ ഇളവ് നൽകണമെങ്കിൽ ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികൾ അവസാനിപ്പിക്കണമെന്നായിരുന്നു ഇതിലെ ആവശ്യം. എന്നാൽ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ അമിതവും യുക്തിരഹിതവുമാണെന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത്. ഇതിൽ കൂടാതെ തന്നെ നേരിട്ടുള്ള ചർച്ചകൾക്ക് താല്പര്യമില്ലെന്നും തങ്ങൾക്കെതിരെയുള്ള കൊലപാതകങ്ങൾ അവസാനിപ്പിക്കുകയും യുദ്ധ നഷ്ടപരിഹാരം വേണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നു. എന്തായാലും മേഖലയിലെ പ്രശ്നങ്ങൾ അറുതിയില്ലാതെ വീണ്ടും തുടരുകയാണ്.